നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിന് മുഴുവൻ പ്രത്യേകിച്ച് CPM-ന് വലിയ പ്രതിരോധം തീർക്കുകയാണ് PV അൻവർ. എന്നാൽ അൻവറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി. ADGP-യെ മാറ്റി നിർത്തണമെന്ന കാര്യത്തിൽ കടുകട്ടി വാക്കിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു PV അൻവറെങ്കിൽ അത് അൻവറിൻ്റെ മാത്രം നിലപാടാണ്. അന്വേഷണം നടത്തേണ്ടത് എങ്ങനെയെന്ന് സർക്കാർ തീരുമാനിക്കുമെന്ന നിലപാടിലേക്കാണ് മന്ത്രിയും സംഘവും എത്തിയിരിക്കുന്നത്. PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മന്ത്രി ശിവൻകുട്ടി കാട്ടിയത്. ADGP-ക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ അന്തസ്സായി പൂർത്തീകരിക്കും. അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ADGP-യെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമോ അല്ലെങ്കിൽ ADGP-യെ മാറ്റേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത്. ADGP-യെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നത് അൻവറിൻ്റെ മാത്രം ആവശ്യമാണ്, സർക്കാരിൻ്റെ ആവശ്യമല്ല. സർക്കാരിൻ്റെ അഭിപ്രായം സർക്കാർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സർക്കാരിൻ്റെ മുഖമായി CPM-ന്റെ മുഖമായി അൻവറിനെ നോക്കിക്കാണേണ്ടതില്ല എന്നാണ് ഇതിലൂടെ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അൻവറിൻ്റെ വെളിപ്പെടുത്തലിൽ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്ന നടപടിയും കൈക്കൊണ്ടത്. എന്നാൽ ഇതിനിടയിൽ ശരിയായിട്ടുള്ളത് ആര്, അൻവറാണോ അതോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണോ ശരി എന്നുള്ള ചോദ്യത്തിന് കാത്തിരിക്കൂ എന്നുള്ള മറുപടിയാണ് മന്ത്രി ശിവൻകുട്ടി നൽകിയത്. അതൊക്കെ അന്വേഷണത്തിന് ശേഷം കൃത്യമായി തന്നെ തെളിയും. സമാധാനമായി കാത്തിരിക്കണമെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ആവശ്യമായ നടപടികൾ ആദ്യഘട്ടത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയും ആർക്കും തന്നെ ഇല്ല എന്നാണ് മന്ത്രി പോലും പറയുന്നത്. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ആ ശ്രമങ്ങളെ ഒരു കാരണവശാലും ഞങ്ങളാരും അംഗീകരിക്കില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കേരളത്തിൻ്റെ പല മേഖലകളിലും പ്രശ്നങ്ങളിലുമൊക്കെ നെഞ്ചു കൊടുത്തു നിന്ന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവവും വയനാട്ടിലേതായി നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അൻവർ ഉയർത്തിയ വിഷയങ്ങളുമൊക്കെ നിയമപരമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടികൾ അണിയറയിൽ നടക്കുന്നുമുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന വാദങ്ങളിലൂന്നി സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. RSSകാർ തലയ്ക്ക് വില പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി പിണറായി. അങ്ങനെയുള്ള വ്യക്തിക്ക് RSSുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് കേരളത്തിൽ വിശ്വസിക്കുന്നത്? ഇനിയിപ്പോൾ ശത്രുത ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന രീതി പ്രതിപക്ഷ നേതാവ് കൈക്കൊള്ളരുത്. ഇനിയെങ്കിലും അത് ഉപേക്ഷിക്കണം. അതായിരിക്കും നല്ലതെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ഇനി ADGP-യുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ആരൊക്കെ വീട് പണിയുന്നു എന്നതിൻ്റെ എണ്ണമെടുക്കലല്ല തൻ്റെ ജോലി എന്നുള്ള മറുപടിയിൽ മന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ വിഷയത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ഒരു തരത്തിലും ആശയക്കുഴപ്പമില്ലെന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട്. പക്ഷേ ബ്രാഞ്ച് സമ്മേളനത്തിലടക്കം ശക്തമായ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.